ഞാൻ പറയാൻ പോകുന്ന കാര്യം ശേഷേട്ടൻ പീസ്ഫുള്ളായിട്ട് കേൾക്കണം. ഒട്ടും ഇറിറ്റേറ്റഡ് ആവരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി പാലക്കാട് UDF സ്ഥാനാർത്ഥിയാകും. മനസ്സിലായി ഫ്രാങ്ക് ആണല്ലേ? പ്രാങ്ക് ഒന്നുമല്ല, സത്യമായിട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി പാലക്കാട് UDF സ്ഥാനാർത്ഥിയാകും. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. രമേശ് പിഷാരടിയുടെ പേര് AICC സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറി. ഹഷ്മി, തീർച്ചയായും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ വേണ്ടി രമേശ് പിഷാരടിയുടെ പേര് മാത്രമാണ് AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നത്. ഒടുവിൽ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ രംഗത്തേക്ക് എത്തുന്നത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. രമേശ് പിഷാരടി ഇതുവരെ പേരുകളിലൊന്നും ചർച്ചയായി കേൾക്കാത്ത ഒരു പേരാണ് രമേശ് പിഷാരടിയത്. നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ഒന്ന് പറയടോ, എന്തെങ്കിലും ഒന്ന് പറയടോ. രമേശ് പിഷാരടി ആണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി പാലക്കാട് മണ്ഡലത്തിൽ നിന്നും മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അവസാന നിമിഷത്തിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന അവസാന നിമിഷത്തിൽ ഈ പാലക്കാട്ട് നിന്നും ചലച്ചിത്ര നടനും സംവിധായകനുമായ രമേശ് പിഷാരടിയുടെ പേര് മാത്രമാണ് AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നത്. നാണം കെട്ടവന്റെ ആസനത്തിൽ ആര് മുളച്ച പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ, ഞാനും വരുന്നു. ചുമ്മാ